നമുക്ക് കെട്ടിട നികുതി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അടക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നോട്ടീസിൽ കൃത്യമായി അടക്കേണ്ട വെബ്സൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസും അതിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് കെ-സ്മാർട്ട് എന്ന വെബ്സൈറ്റാണ്. കെ-സ്മാർട്ട് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ-സ്മാർട്ടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അതിൽ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ലഭ്യമാണ്. അതിൽ നമുക്ക് പോകേണ്ടത് പ്രോപ്പർട്ടി ടാക്സ് എന്ന ഓപ്ഷനാണ്. അടുത്തതായി നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കണം. പല ഓപ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്താൽ മതിയാവും. ജില്ല, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേര്, നമ്മുടെ വാർഡിൻ്റെ പേര്, കെട്ടിട നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരുന്നതാണ്. ടാക്സ് വിവരങ്ങളിൽ ചെറിയ തുക വ്യത്യാസം ഉണ്ടാവും. നോട്ടീസിൽ തന്നിരിക്കുന്ന തുകയും ഇതിൽ കാണിക്കുന്ന തുകയും തമ്മിൽ ചെറിയ വ്യത്യാസം കാണും. കാര്യം നോട്ടീസ് തന്ന ഡേറ്റ് മുതൽ നമ്മൾ അടക്കുന്ന തീയതി വരെയുള്ള പലിശ അതിനകത്ത് ആഡ് ആവുന്നതാണ്. ശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൃത്യമായി പിന്നീട് OTP ലഭ്യമാവുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ആ സമയത്തിന് OTP വരില്ലെങ്കിലും പിന്നീട് നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ആവശ്യമാണ്. ശേഷം പേ നൗ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ യെസ് കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേകളൊക്കെ ഓപ്പണായി വരുന്നതാണ്. അതിൽ നമുക്ക് UPI ആപ്പുകൾ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ UPI ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ഗൂഗിൾ പേ പോലുള്ള ഏതെങ്കിലും ഒരു UPI ആപ്പ് വഴി ഈ തുക നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ് കൺഫർമേഷൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ശേഷം റെസിപ്റ്റ് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ PDF ഡൗൺലോഡ് എറർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ പേജിൽ ഒന്നുകൂടെ വന്ന ശേഷം നമുക്ക് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ OTP അയച്ച് പ്രസ്തുത OTP എൻ്റർ ചെയ്ത ശേഷം നമുക്ക് നമ്മളുടെ നികുതി അടച്ച അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അടച്ച റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുകൂടെ വീഡിയോയിൽ കാണിക്കാം. ഇതിലെ പേയ്മെൻറ്റിന് ഒരു ക്യാഷ് ബാക്ക് കിട്ടിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ ട്രാൻസാക്ഷനും ക്യാഷ് ബാക്ക് കൊടുക്കുന്ന ഒരു ആപ്പാണത്. സൂപ്പർ മണി എന്നതാണ് ഇപ്പോൾ അതിൻ്റെ പേര്. ഫ്ലിപ്കാർട്ട് എന്ന വൻകിട കമ്പനിയുടെ സൂപ്പർ മണി എന്ന ആപ്പാണത്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. വളരെ ചുരുങ്ങിയ തുക FD ഇട്ടുകൊണ്ട് റുപ്പൈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള ഓപ്ഷനും ഈ ആപ്പിൽ ലഭ്യമാണ്. റുപ്പൈ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും അതുവഴി ചെയ്യുന്നതിന് 1% മിനിമം ക്യാഷ് ബാക്കും ലഭ്യമാണ്. ഫസ്റ്റ് ടൈം ജോയിനിങ്ങിന് 500 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.